നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ആർത്തവ ശുചിത്വം അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഹൈജീൻ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ടീനേജേഴ്സിൻ്റെ ആ മെൻസ്ട്രുവൽ ഹൈജീനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നത് മിക്കവാറും അവരുടെ അമ്മമാരായിരിക്കുമല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ മെൻസ്ട്രുവേഷൻ എങ്ങനെയാണ് ഒരു ഷെയിംഫുൾ തിങ് ആയത്, എങ്ങനെയാണ് അതിനൊരു ടാബു ആയത് എന്നുള്ളത് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്നും മെൻസ്ട്രുവേഷൻ ഒരു ഷെയിംഫുൾ തിങ് ആയിട്ട് കരുതുന്നുണ്ട്. ഈ ആസ്പെക്ട്സ് ഇതിനെ ഓവർകം ചെയ്യുവാനും മെൻസ്ട്രുവേഷനെക്കുറിച്ച് ആളുകളെ കൂടുതൽ അവബോധമുണ്ടാക്കുവാനും മെൻസ്ട്രുവൽ ഹൈജീൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുമൊക്കെയുള്ള ഒരു മോട്ടീവോട് കൂടെയാണ് 2013 ഒരു ജർമ്മൻ NGO വാഷ് യുണൈറ്റഡ് മെയ് 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2014 മുതൽ നമ്മൾ മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ ആയിട്ട് മെയ് 28 ആചരിക്കുന്നു. അപ്പോൾ ഈ മെൻസ്ട്രുവേഷൻ എന്താണ്, എന്താണ് നോർമൽ പീരീഡ്, എന്താണ്, എപ്പോഴാണിത് അബ്നോർമൽ ആവുക, ഇതെല്ലാം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. സാധാരണ നമ്മൾ ഒരു സ്റ്റഡിയിൽ കണ്ടിരിക്കുന്നത് ഈ ആദ്യത്തെ പീരീഡ് നമുക്കറിയാം 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് യൂഷ്വലി ഈ പീരീഡ് ആവുന്ന സമയം. 9 വയസ്സിന് മുൻപ് പീരീഡ് ആയാൽ അത് നോർമലല്ല. ഒരു 14 വയസ്സായിട്ടും പീരീഡ് ആയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഈ നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്നും എപ്പോഴാണ് ഇത് അബ്നോർമലായിട്ട്, അതായത് ഫ്ലോ കൂടുതലായിട്ട് കട്ടയായിട്ട് പോയാൽ അത് നോർമൽ അല്ല എന്നും 8 ദിവസത്തിൽ കൂടുതലായിട്ട് നിന്നാലും അത് നോർമൽ അല്ല എന്നും ഈ കൂടുതൽ അടുപ്പിച്ച്, അതായത് 21 ദിവസത്തിനകമൊക്കെ പീരീഡ് വരികയാണ്, ഒരു 35 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടും ആകുന്നില്ല, ഇതൊക്കെയാണ് നോർമൽ, ഈ മെൻസ്ട്രുവൽ സൈക്കിൾ നോർമൽ അല്ല എന്ന് നമ്മൾ പറയുക. പക്ഷേ ഈ ടീനേജേഴ്സിന് അവർക്ക് ഈ മെൻസ്ട്രുവൽ ആ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് നമ്മൾ പറയും, അതായത് മെൻസ്ട്രുവേഷൻ തുടങ്ങുന്നതിന് തലച്ചോറിൽ നിന്ന് തന്നെ ചില ഹോർമോണിൻ്റെ റിലീസൊക്കെ വേണം. അത് യൂട്രസിലൊക്കെ ആക്ട് ചെയ്തിട്ടാണ് മെൻസ്ട്രുവേഷൻ വരുന്നത്. അപ്പോൾ ഈ ആക്സിസ് ഒരു നോർമൽ മച്ചുവർ ആകുവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ സമയത്തുള്ള ഇറഗുലർ ബ്ലീഡിങ് 2 മാസത്തിൽ 3 മാസത്തിലൊക്കെ വരിക എന്നുള്ളത് നോർമലാണ്. അപ്പോൾ മെൻസ്ട്രുവേഷനെക്കുറിച്ച്, ആർത്തവത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കിടയിൽ ഒരു സ്റ്റഡി നടത്തിയതിനകത്ത് ആദ്യത്തെ പീരീഡ് വന്നിട്ട് 70% കുട്ടികൾക്കും അവർക്ക് അവരുടെ പീരീഡ് വരുന്നതിന് മുമ്പ് എന്താണ് മെൻസ്ട്രുവേഷനെ കുറിച്ച് അറിവില്ലായിരുന്നു. ഈ ബ്ലഡ് വരുന്നത് യൂട്രസിൽ നിന്നാണെന്ന് അറിയുന്നത് 23% കുട്ടികൾക്ക് മാത്രമായിരുന്നു അങ്ങനെ അറിയാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഈ മെൻസ്ട്രുവേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. എന്താണ് പീരീഡ്സ് എന്നും, പെട്ടെന്ന് അവർക്ക് ഇതൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിട്ട് ഈ ബ്ലീഡിങ് വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിനെക്കുറിച്ച് പേടിയാകാനും ഇതൊരു അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആകാനും ഇടയാവാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ള ഒരു കടമ ഓരോ അമ്മമാർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ മെൻസ്ട്രുവേഷൻ എന്താണ്, ഇതൊരു നോർമൽ പ്രോസസ്സാണെന്നും ഇതിനകത്തുള്ള ഹൈജീനിക് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം പലതരത്തിലുള്ള മെൻസ്ട്രുവൽ ഹൈജീൻ പ്രൊഡക്ട്സ് ഉണ്ട്. സാനിറ്ററി പാഡ്, ടാമ്പൂൺസ്, അതുപോലെ മെൻസ്ട്രുവൽ കപ്പ് തുടങ്ങി പല വിധത്തിലുള്ള ഈ പ്രൊഡക്ട്സിൽ നമ്മൾ ഇപ്പോഴും കൊച്ചു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അവരുടെ പീരീഡ് തുടങ്ങിയ അതിന് ശേഷമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സമയത്ത് അവർക്ക് സാനിറ്ററി പാഡ് തന്നെയായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. കുറച്ച് നാളുകൾക്ക് ശേഷം വേണമെങ്കിൽ അവർക്ക് മെൻസ്ട്രുവൽ കപ്പിലേക്ക് വേണമെങ്കിൽ മാറാം. മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചുള്ള നമ്മൾ ചെയ്ത വീഡിയോയുടെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുക ഒരു 4 to 6 അവേഴ്സിലെങ്കിലും ഈ സാനിറ്ററി പാഡ് റിമൂവ് ചെയ്യണം. അത് കൂടുതൽ നനഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഒരു 6 മണിക്കൂറിൽ കൂടുതൽ വെച്ചിരിക്കുന്നത് സേഫ് അല്ല. ഈ പെൽവിക് ഇൻഫെക്ഷൻ്റെ ഒരു കോസ് ഈ മെൻസ്ട്രുവൽ ഹൈജീൻ്റെ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീൻ ഇല്ലായ്ക കാരണം ഈ കൂടുതലായിട്ടുള്ള ഈ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 1 in 10 വിമൻ ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കണം. അപ്പോൾ അവർ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് വാഷ്റൂമിൻ്റെ പോകാനുള്ള മടി കൊണ്ട് ഒക്കെ സാധാരണ അവർ പാഡ് പോലും ചേഞ്ച് ചെയ്യാതെ തിരിച്ചു വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ പാഡ് അവരുടെ കൊടുത്തു വിടുക, ഈ പാഡ് പ്രോപ്പറായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യിക്കണമെന്ന് അവരെ പഠിപ്പിക്കുക. ഇത് നന്നായിട്ട് ആ ബ്ലഡുള്ള ഭാഗം നമ്മൾ അകത്തേക്ക് മടക്കി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ക്ലോസറ്റിൽ ഈ പാഡ് ഇടുന്നവരുണ്ട്. അങ്ങനെ ഇട്ടാൽ ആ ക്ലോസറ്റ്, ആ പൈപ്പെല്ലാം ക്ലോഗ്ഡായി അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇപ്പോൾ ഈ മെൻസ്ട്രുവേഷൻ്റെ ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം.
അപ്പോൾ അവർക്ക് ആ മെൻസ്ട്രുവൽ ക്രാമ്പൊക്കെ കുറച്ചുകൂടെ കുറയാനായിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ്, ഈ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരുന്നാൽ അവരുടെ ആ ബുദ്ധിമുട്ട് കുറച്ച് കുറയുന്നത് കാണുന്നുണ്ട്. കുട്ടികളെ പ്രത്യേകിച്ച് ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഹൈജീൻ, മെൻസ്ട്രുവൽ ഹൈജീൻ പ്രത്യേകിച്ച് അഭ്യസിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. അവരോട് പറയാം, ഈ ഒത്തിരി അബ്രേസീവായിട്ടുള്ള കെമിക്കൽസ്, അതായത് കൂടുതലായിട്ടുള്ള ഡിറ്റർജൻറ്റ്, ഡെറ്റോൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. അതൊക്കെ ആ സ്കിന്നിന് അബ്രേഷൻ ഉണ്ടാക്കാൻ, ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മൈൽഡ് സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറുതെ വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് ആ ഏരിയ വെക്കുക എന്ന് കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ അവരുടെ മെൻസ്ട്രുവൽ സൈക്കിളിനെ ഒരു ട്രാക്ക് ചെയ്യാനും അവരെ പഠിപ്പിക്കുക. അപ്പോഴൊരു പെട്ടെന്ന് ഒരു സഡനായിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് പീരീഡ് വരാതെ ഏകദേശം അതിന് പ്രിപ്പയർഡ് ആയിരിക്കുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ റെഗുലറായിട്ട് ബാത്ത് എടുക്കുവാൻ, വൺസ് ഓർ ട്വൈസ് ദിവസവും കുളിക്കുവാനും ഈ പീരീഡ് ടൈമിൽ അവരുടെ ശരീര ശുചിത്വം പാലിക്കാനും കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. പിന്നെ അവരോട് ഈ മെൻസ്ട്രുവേഷൻ്റെ ടൈമിൽ ആദ്യത്തെ ഒരു ദിവസത്തെ വയറുവേദന അത് നോർമലാണ്, പക്ഷേ ത്രൂ ഔട്ട് ദ പീരീഡ് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഒന്ന് സമീപിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. മെൻസ്ട്രുവേഷൻ എന്നുള്ളത് ഒരു സ്ത്രീ ആയിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പെൺമക്കളെ അഭ്യസിപ്പിക്കുക. നന്ദി, നമസ്കാരം.